വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ വീണ്ടും ഒരു ഈവനിങ് വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക, അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ്, മോർണിംഗ് വ്ളോഗ് പറഞ്ഞിട്ട് ഇതന്നെ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ടാവും. നമുക്ക് ഇതന്നെ ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം പുറത്തു കൂടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസിനേക്കാൾ റീച്ച് കൂടുതൽ, കുറച്ചുകൂടി വ്യൂസ് കിട്ടുന്നത് ഇങ്ങനത്തെ ഓരോ വീഡിയോസിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, അവർ കാണുന്നുണ്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് തന്നെ കൂടുതലായിട്ട് ഇടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുള്ള വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അതിനധികം റീച്ചൊന്നും ഇല്ല, അതിൽ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ് അതിനൊക്കെയാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം ഒരു നാഴി അരി, ഒരു ഗ്ലാസ് അരി തന്നെ എടുത്തിട്ടുള്ളൂ. ആ ഗ്ലാസ് നാഴി ഗ്ലാസ്സാണ് കേട്ടോ. ഒരു നാഴിയാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയൊക്കെ എടുത്തു. എന്നിട്ട് ഒക്കെ നന്നായി കഴുകുന്നുണ്ട് കേട്ടോ. ഇത് ചൂടുവെള്ളത്തിലല്ല കേട്ടോ ഒന്ന് കഴുകണ്, മട്ടരി പച്ചവെള്ളത്തിലാണ് കേട്ടോ കഴുകണത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിൽ പണിയെടുക്കണം. കുറച്ച് നേരം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അരി അടുപ്പത്തിടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ഇളകി പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകാറ്. ഇന്ന് ചൂടുവെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട്, ചൂടുവെള്ളം ഇനി ഉണ്ടാക്കാൻ സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാനത് ചെയ്യണില്ല. പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വിറകൊക്കെ കമ്മിയായ കാരണം കൊണ്ടാണ് ഞാൻ അടുപ്പിൽ വയ്ക്കാത്തത്. അടുപ്പിൽ രാവിലെ മാത്രമേ ചോറ് വെക്കണുള്ളൂ. പിന്നെ നമ്മൾ ചോറ് വൈകുന്നേരത്ത് വെക്കാറില്ലല്ലോ, നമ്മൾ കൂടുതലും രാവിലെ തന്നെ വെക്കുള്ളൂ. ഇന്ന് ചോറ് നല്ല കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. വേറെ പലഹാരമൊന്നും ഉണ്ടാക്കാൻ, ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ചോറാണ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഗ്യാസും ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്നിട്ട് ബൂസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചുവിന് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഷെയ്ക്ക് ഉണ്ടാക്കി വെക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഉണ്ടല്ലോ 5-ന്റെ പാക്കറ്റ്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തുമ്പിയാണെന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ അത് വേണം, കഴിക്കാൻ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കരഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ. ബൂസ്റ്റ് എടുത്ത് കൊടുത്തു, ഹോർലിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ കുക്കറിൽ അരിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം, എനിക്ക് അറിയില്ല കുക്കറിൽ, ഞാൻ ആദ്യമായിട്ടാണ് ചോറ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എത്ര വെള്ളം ഒഴിക്കണം ഒന്നും എനിക്കൊരു കണക്കില്ല കേട്ടോ. നമ്മൾ കലത്തിൽ വെച്ചിട്ടുള്ള ശീലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയണില്ല, എത്ര വെള്ളം ഒഴിക്കേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൽ എത്ര വിസിലടിക്കണം അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, കുക്കറിൽ ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കറിയാത്തത്. അപ്പോൾ അങ്ങനെ കുക്കറിൽ ചോറൊക്കെ അടുപ്പത്ത് അരിയൊക്കെ ഇട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ ഒന്ന് ഒഴിവാക്കി കലത്തിലുണ്ടാകുന്ന ചോറുണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്കൊക്കെ ആക്കി കൂട്ടാനും എല്ലാം മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴുകാൻ കൊണ്ടിട്ട് പുറത്ത് കൊണ്ടിട്ടു, പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് അടിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. ആകെ ചോറും ഒക്കെ പോയിട്ട് ഉച്ചയ്ക്ക് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരത്തെ എന്തായാലും അടിച്ച് വാരണ്ടാവും വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്കൊന്നും അടിച്ച് വാരാത്തത് കേട്ടോ. എന്നിട്ട് എന്താ പറയുക, അതിനൊക്കെ ഒന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിക്ക് പൊന്നോ, അല്ലെങ്കിൽ പുറത്ത് ഉമ്മർത്ത് പോയിരുന്ന് കഴിക്കെന്ന് പറയുമ്പോൾ അവൾ കേൾക്കണേ ഇല്ല കേട്ടോ. അവൾ ഇവിടെ തന്നെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂസ്റ്റും ഹോർലിക്സൊക്കെ ഇങ്ങനെ നിലത്ത് ഒട്ടിക്കഴിഞ്ഞാൽ, നിലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അടിച്ച് വാരിയാലും കൂടി പോവില്ല. തുടച്ചാലും അത് നല്ല എന്താ പറയുക ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമല്ലോ, കാലിലും കയ്യിലൊക്കെ ഒട്ടിയോണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പുറത്ത് പോയിട്ടിരുന്ന് കഴിക്കുന്നതൊക്കെ പറഞ്ഞു. അവളാണെങ്കിൽ കേൾക്കണില്ല കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ വീഡിയോൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നെ ആരും കാണരുത്, ഞാൻ ചെയ്യണമൊന്നും കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. നമ്മൾ വീഡിയോൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവളത് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. വീഡിയോൻ്റെ മുന്നിലാണ് നിൽക്കണമെന്നുള്ള ബോധത്തിലൊന്നല്ല കേട്ടോ ആൾ നിൽക്കണേ. അപ്പോൾ അങ്ങനെ എന്താ അവിടെ അടിച്ചു വാരലും കാര്യങ്ങളും, വീടും ആകെ മൊത്തം അടിച്ചു വാരി കേട്ടോ. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇതാ എന്താ പറയുക, തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, പതിവില്ലാത്ത പോലത്തെ ഒരു നല്ല വെയിലായിരുന്നു കേട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം മഴ ഇല്ലയെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു വെയിൽ കിട്ടിയിട്ടില്ല. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോഴും കൂടി ഞാൻ ഈ തുണികൾ എടുത്ത് വയ്ക്കുമ്പോഴും കൂടി ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് സമയം. ഇപ്പോഴും നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ തുണികളൊക്കെ. പിന്നെ പാത്രം ഞാൻ അവിടെ കഴുകാനുള്ള പാത്രം അവിടെ എന്താ പറയുക അടുക്കളുടെ അവിടെ തിണ്ടത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതൊന്നും എടുത്ത് ഇനി വെള്ളം ഒഴിച്ച് വെക്കാനൊക്കെ ഉണ്ട്. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ, അടിച്ചു വാരലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ എന്നാൽ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ബാക്കിയിലേക്ക് കടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കലവും പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
കലമൊക്കെ നല്ല ഉണങ്ങിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുതിർന്നിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളിലേക്കായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ മടക്കണ അകത്തേക്ക് ഇനിയിപ്പോൾ കയറിയില്ല. അകത്ത് ഇനി പുറത്തത്തെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ്, പറയാനും കിട്ടുന്നില്ലല്ലോ, പുറത്തത്തെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇനി അകത്തേക്ക് കയറണുള്ളൂ വിചാരിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള പണിയാണെങ്കിൽ അത് മൊത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുള്ളൂ. അകത്തുള്ള പണിയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതാണ് കേട്ടോ എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, മുറ്റടിക്കാനും ചപ്പ് കത്തിക്കാനും ഒക്കെ ഉണ്ട്. ഇന്ന് നല്ല വെയിൽ കിട്ടുക കാരണം കൊണ്ട് തന്നെ ചപ്പോളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ കത്തിക്കണം. ഇന്നാണെന്നുണ്ടെങ്കിൽ നേരം വൈകിട്ടോ പണികളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, വൈകുന്നേരത്തുള്ള പണികളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടോ. കാരണം കുറച്ച് നേരം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തുമ്പീനെ കൂട്ടാൻ പോണ്ടേ 3 മണിക്ക്, അങ്ങനെ അവളുടെ കൂട്ടാനും പോയി. പിന്നെ അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പണികളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 3 മണി 3:30 ആകുമ്പോഴത്തേക്കൊക്കെ തുടങ്ങണതാണ്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. എഡിറ്റിങ് ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേക്കിലൊന്നും കറക്റ്റ് ആവില്ല കേട്ടോ. ഒരു 2-3-4 പ്രാവശ്യമൊക്കെ എടുത്താലാണ് ശരിയാവുള്ളൂ. അപ്പോൾ അത് കാരണം അങ്ങനെ കുറേ നേരം പോട്ടോ. അപ്പോൾ ഞാനൊരു 2-3-4 വീഡിയോസ് എടുത്ത് വെക്കും. ഒരു ദിവസത്തിൽ ഒരു വീഡിയോ അല്ലാട്ടോ എടുക്കും, 2-3 എണ്ണമൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും ടൈം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ടൈം കിട്ടുന്ന ദിവസം നമ്മൾ കുറച്ച് 2-3-4 എണ്ണമൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉമ്മറ ഭാഗത്തുള്ള അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇവിടുത്തെ ചപ്പ് കത്തിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചപ്പൊന്നും ഉണങ്ങിയിട്ടില്ല, നല്ല നനവ് തന്നെയാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ കത്തിക്കണില്ല, ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഈ ബാക്ക് വശം 2-3-4 ദിവസമായിട്ട് അടിച്ചു വാരിയിട്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ പൊന്ത പിടിച്ച് കിടക്കണ കാരണം കൊണ്ട് അപ്പുറത്തെ ഈ വേലിയുടെ അപ്പുറത്തുനിന്ന് പൊന്ത പിടിച്ചിട്ട് കിടക്കണ കാരണം കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ. ഇടയ്ക്ക് ഇവിടെ പാമ്പിനെ കാണാറുണ്ട്. പാമ്പ് പറയുമ്പോൾ ചേരയൊക്കെ കേട്ടോ, അതിനൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളിവിടെ വൃത്തിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മമ്മ വരുമ്പോഴൊക്കെ ഇവിടെ വൃത്തിയാക്കി തരാറൊക്കെ ഉണ്ട്. അപ്പുറത്തെ വളപ്പിൽ നമുക്ക് പോയി വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇവിടേക്ക് ഇറങ്ങണതൊക്കെ വൃത്തിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടനും ലീവുള്ള ദിവസം ചില സമയത്ത് ഈ ചെടികളൊക്കെ പറിച്ചു കളയാറൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മഴയൊക്കെ അല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങോട്ട് നന്നായിട്ട് ചെടികളൊക്കെ തഴച്ച് വളർന്ന് വള്ളിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒരു ദിവസം വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചപ്പും കാര്യങ്ങളൊക്കെ അത് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചപ്പും വലിയ കാര്യമായിട്ട് ഉണങ്ങിയിട്ടൊന്നും ഇല്ല, എന്നാലും കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് കത്തിച്ചു കേട്ടോ. അതിനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ലതും വന്ന് കിടക്കും വിചാരിച്ചിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. കത്തുമില്ലെന്നൊന്നും അറിയില്ല. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് കവർ പറയുമ്പോൾ ഒരുപാടില്ല കേട്ടോ, ഒരു 2-3 എണ്ണമൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ നനഞ്ഞിട്ടല്ല, ഒക്കെ ഈ ഭാഗത്ത് കിടക്കായിരുന്നോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അടിച്ചു വരുമ്പോൾ അങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഇതിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചു വന്നു, സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നു വിടുമ്പോൾ അവൻ ഷെയ്ക്ക് ഉണ്ടാക്കി അമ്മാന്നാട്ടോ ചോദിച്ചത്. അവൻ അതേ പ്രതീക്ഷിച്ചിട്ടായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഉണ്ടാക്കാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇനി അവന് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കണം. അപ്പത്തിന് ഞാൻ അവന് കൊടുത്തയച്ച ഫുഡിൻ്റെ പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ആണോ? എഴുതിയോ? ഒക്കെ എഴുതിയോ? എന്തൊക്കെ എഴുതി? അതൊക്കെ എഴുതി. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ലേ. അപ്പൊ അവൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവൻ്റെ ടീച്ചർ ഡിക്റ്റേഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് അതാണ് കേട്ടോ അവൻ പറഞ്ഞത്. എനിക്ക് സ്റ്റാർ കിട്ടിയെന്നൊക്കെ പറയുന്നു കേട്ടോ. 1, 2, 3 അത് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ടീച്ചർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ABCD ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ സ്റ്റാർ ഉണ്ട് കേട്ടോ, എല്ലാം ഫുള്ളായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അവൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആൾ കണ്ടു ഫ്രിഡ്ജൊക്കെ വന്ന് തുറന്നിട്ട് എന്താ കഴിക്കാനുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. ഷെയ്ക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹോർലിക്സ് ഇരിക്കുന്നുണ്ട്, അത് അവിടുത്തെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഷെയ്ക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. കഴിക്കണമൊന്നുമില്ല. അപ്പോൾ പാല് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായി കട്ടയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം കട്ടയൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും മതി. അല്ലെങ്കിൽ പിന്നെ ജാറിൽ എന്താ പറയുക, നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ പറയുക, പഴമൊക്കെ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്, ചെറുപഴം. അതൊന്ന് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല, പിന്നെ കുറച്ച് ബദാമും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കണത്.
അപ്പോൾ നമ്മുടെ പാലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പാല് കണ്ടോ അത്യാവശ്യം കട്ട ഉണ്ട് കേട്ടോ. എന്നാലും വലിയ കാര്യമായിട്ട് നല്ല ബലമൊന്നും ഇല്ല കേട്ടോ കട്ട പറയുമ്പോൾ. തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു മുട്ടോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറച്ച് ബൂസ്റ്റല്ല ഹോർലിക്സും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഷെയ്ക്കൊക്കെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് കടല ഇട്ടാണ് കേട്ടോ മേലെ. അവർ രണ്ടുപേരും ഇത് കണ്ടില്ലേ ഉണ്ടാക്കി ഇടുമ്പോൾ തന്നെ വന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചാണെന്നുണ്ടെങ്കിൽ വിശപ്പേ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ വിശപ്പിന് മുന്നിൽ എന്ത് വെച്ച് കൊടുത്താലും അവൻ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഷെയ്ക്ക് കുടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറൊക്കെ അപ്പത്തിന് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വെച്ച ചോറല്ലേ ഗ്യാസിൻ്റെ മേലെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കൊട്ടക്കൈയിലും കൊണ്ട് ഒന്ന് ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യണ്ടാവുമായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ കുക്കറിൽ വെക്കാത്ത കാരണം കൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഇനിയിപ്പോൾ വീണ്ടും കലത്തിലേക്ക് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ കൊട്ടക്കൈയിലൊന്നും ഊറ്റാറന്നില്ല കേട്ടോ. ഈ കൊട്ടക്കൈയിലൊക്കെ എനിക്ക് വെറുതെ കേട്ടോ ഇവിടെ എന്താ പറയാൻ കാരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൊട്ടക്കൈയിലും കൊണ്ടൊന്നും ഞാൻ ഊറ്റാറന്നില്ല കേട്ടോ. ഞാൻ കലത്തിൽ നമ്മൾ സാധാ ചോറ് വറക്കില്ല അതുപോലെ ചെയ്യാറ്. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും പിന്നെ കുക്കറിൽ വെച്ചിട്ട് വാർക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് വന്ന് നോക്കി. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ തുമ്പിക്കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തുമ്പിക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചു. അവൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ബുക്കിലുള്ള പോലെ ഒന്നല്ല പറഞ്ഞു കൊടുക്കണത്. അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ കിച്ചുവിൻ്റെ ഒരു സ്വഭാവം പറയുമ്പോൾ തന്നെയാണ് കേട്ടോ. അവന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, ചായ കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവൻ കുറച്ച് നേരം കളിക്കും. ഇപ്പം കളിയില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കും. പിന്നെ ഡ്രസ്സ് മാറലും ഇതൊക്കെ കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ട് പോയി ബുക്കൊക്കെ എടുത്തിട്ട് ഇരുന്ന് പഠിക്കും കേട്ടോ. പഠിക്കാൻ പറയുമ്പോൾ വലിയ പഠിപ്പിച്ചെന്നല്ല പറയണത്. അവനെന്താണെന്നൊക്കെ അറിയില്ല. അവന് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിക്കാനും എടുത്ത് ചിത്രങ്ങൾ കാണാനാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവൻ തുമ്പിക്കുട്ടിക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പി ഇത് അതാണ് കേട്ടോ, ഇത് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ. അപ്പത്തിനും കണ്ട് ഏട്ടൻ വന്നത് ഒരു 5:30 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഏട്ടന് പാവട്ടോ കുറച്ച് ഷെയ്ക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കുടി കഴിഞ്ഞ ഒരു ലേശാണ് അതിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ. അത് ഏട്ടൻ വന്നുകൊണ്ടുമ്പോൾ കണ്ടു കിച്ചു ഓടിപ്പോയിട്ട് ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ഷെയ്ക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് സ്പൂണും എല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ. അല്ലെങ്കിൽ അവൻ പറഞ്ഞാലേ കേൾക്കില്ല കേട്ടോ. ഒരിത്തിരി വെള്ളം എടുത്തിട്ട് വേടാ പറഞ്ഞാൽ കേൾക്കാത്ത ചെക്കൻ പോയിട്ട് ഇതൊക്കെ എടുത്ത് കൊടുന്നു, സ്പൂണടക്കം എടുത്ത് കൊടുന്ന് കയ്യിൽ കൊടുത്തേക്ക്. എന്നിട്ട് ഏട്ടന് ഒരു തുള്ളി പോലും കുടിക്കാൻ കിട്ടിയില്ല കേട്ടോ. ഒക്കെ അവർ രണ്ടുപേരും കുടിച്ചു ഇരുന്നിട്ട് അവർക്ക് എന്നെ തികഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കനും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നേരാക്കി വെക്കാൻ കേട്ടോ. ഏട്ടൻ കടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എന്താ പറയുക ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നേരാക്കി വെക്കണം. അപ്പോൾ ഉള്ളിക്കൊട്ടയോട് കൂടെ ഞാൻ എടുത്തിട്ട് കേട്ടോ. ഞാനൊന്ന് പെറുക്കിയെടുക്കാൻ എനിക്ക് വെയ്യാച്ചിട്ട് ഉള്ളിക്കൊട്ടയോട് കൂടെ എടുത്തിട്ട് വന്നിട്ട് എല്ലാം അത് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ചൊരു മിക്സാണ് കേട്ടോ അത്. പിന്നെ അത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കറിലിട്ട് വേഗം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.